ഹായ് ഫ്രണ്ട്സ്, ഞാൻ കൊച്ചിന് കുറച്ച് ബുക്കൊക്കെ വാങ്ങിച്ചപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ ബുക്സാണ് വാങ്ങിച്ചതെന്നൊക്കെ കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് കൊച്ചിന് വാങ്ങിയ ബുക്കുകളൊക്കെ കേട്ടോ കാണിക്കുന്നത്. റിച്ചുവിൻ്റെ ഫേവറേറ്റ് ബുക്കാണിത്. റോക്കറ്റിൻ്റെ, സ്പേസ് ഷിപ്പിൻ്റെ ഒക്കെ. ഇത് ശരിക്കും അവൻ തന്നെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ ബ്ലോസം ബുക്ക് ഷോപ്പ്, അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അവിടെ കുറേ ബുക്സ് എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലുള്ള വലിയവരുടെയും കുട്ടികളുടെയും എല്ലാ തരത്തിലുള്ള ബുക്സും അവിടെ ഉണ്ട്. അപ്പം ഇത് അവിടുന്ന് വാങ്ങിച്ചതാണ്. ഇത് നല്ലൊരു ബുക്കാണ്. ഇങ്ങനെ റോക്കറ്റ് ഇങ്ങനെ സ്പേസിൽ പോകുന്നതും അപ്പം അതിങ്ങനെ തുറന്നൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്ക്. ആസ്ട്രോനോട്ടിനെ പറ്റിയിട്ട് അവരുടെ ഡ്രസ്സിനെ പറ്റിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുള്ളൊരു ബുക്കാണ്. അപ്പം ഇങ്ങനെ കുറേ തുറന്നൊക്കെ നോക്കാൻ പറ്റുന്ന ആയതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്ക്. പിന്നെ അതുപോലെ പ്ലാനറ്റ്സിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ബുക്കാണ് ഈ സ്പേസ്. പീപ്പ് ഇൻസൈഡ് സ്പേസ് എന്നാണ് ബുക്ക്. ഇത് അവന് ഏറ്റവും ഫേവറേറ്റ് ബുക്ക് ഇതാണ്. ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചൊരു ബുക്കാണ്. ഇതുപോലെ ഫ്ലാപ്പ് ബുക്കാണ്, ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. അതൊരു ബെയറിൻ്റെ ബുക്കാണ്. ഇത് ആദ്യമേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അങ്ങനെ അധികം നോക്കാറില്ല. എന്നാലും കുറേ നാളിന് ശേഷം ഇടയ്ക്ക് നോക്കുമ്പം ഇങ്ങനെ ഇരുന്ന് കാണാറുണ്ട്, വായിക്കാറുണ്ട്. ഇതും നല്ലൊരു ബുക്കാണ്. പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ബുക്കാണിത്, ഹോപ്പ് ഓൺ പോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഡോക്ടർ സ്യൂസിൻ്റെ ആണ്. അപ്പം ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഞാനാണ് ബുക്ക് സെലക്ട് ചെയ്തത്. അപ്പം കൊച്ചിനൊന്നും അങ്ങനെ ബുക്കൊന്നും എടുക്കാൻ അറിയത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറേ ബുക്കൊക്കെ വാങ്ങിച്ചത്. അപ്പം അവൻ വന്നിട്ട് അവൻ ഈ ബുക്ക് എടുത്തു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിനകത്ത് സ്റ്റോറിയൊന്നുമില്ല. സ്റ്റോറി ആയിട്ടൊന്നും എനിക്ക് പെട്ടെന്ന് കണ്ടിട്ട് തോന്നിയില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ അത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച ബുക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഇത് കുറച്ച് പ്രിപ്പോസിഷൻ ടൈപ്പ് ബുക്കാണ്. അപ്പ്, പപ്പ്, പപ്പ് ഈസ് അപ്പ്, അങ്ങനെ ഹൗസ്, മൗസ്, ഹൗസ്, ഓൺ മൗസ്, അങ്ങനത്തെ ഒരു ബുക്കാണ്. അപ്പോൾ അത് വായിക്കുന്നതിൻ്റെ ആയിരിക്കണം, അതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഇതിൽ ഫുള്ള് ഇതുപോലെ ഒരു പ്രപ്പോസിഷൻ വെച്ചിട്ടാണ്. അപ്പം ഇത് എത്ര വട്ടം വേണമെങ്കിലും അവനിരുന്ന് വായിച്ച് ഞാൻ കൊടുക്കണം. അവന് പിന്നെയും പിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് അവന് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. അപ്പം ഇത് പിന്നെ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു ആ കൊള്ളാം, നല്ല ബുക്കാണല്ലോ എന്ന് തോന്നി. അന്നേരം കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഇവന് ഇത്രയും ഫേവറേറ്റ് ആയിട്ട് തോന്നിയപ്പം നല്ലതാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് പോയപ്പോൾ ഞാൻ ഈ ഡോക്ടർ സ്യൂസിൻ്റെ തന്നെ വേറെ ബുക്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിയ 2 ബുക്സ് വേറെ വാങ്ങിച്ചു. അതിലൊരെണ്ണമാണിത്. ഇത് നല്ലതാണ്, ഗ്രീൻ എഗ്സ് ആൻഡ് ഹാം. ജ്യൂസിലെ ഏറ്റവും ഇഷ്ടം ഇതാണ്. പിന്നെ ഇതും നല്ലതാണ്, ഇങ്ങനെ ഒരു എഗ്ഗ് കൊണ്ട് കഴിക്കാൻ പല രീതിയിൽ കൊണ്ട് നടക്കുന്നൊരു ബുക്ക്. അതും അവന് ഒരു പിള്ളേർക്ക് അത് ഭയങ്കര ഒരു കോമഡി പോലെയാണ്, ഭയങ്കര ഒരു തമാശയൊക്കെ പോലെയാണ്. എഗ്ഗ് വേണമെന്ന് ചോദിക്കും, വേണ്ടെന്ന് പറയാം. അപ്പം ഞാൻ ഇങ്ങനെ തന്നാൽ കഴിക്കുകയോ ഇല്ല, പിള്ളേരുടെ തനി സ്വഭാവം. അപ്പം അങ്ങനെ ഒരു ബുക്കാണ്. പിന്നെ അവസാനം കഴിക്കുന്നതാണ്. അപ്പം ഇതും അപ്പം അത് വായിക്കുമ്പോൾ അവന് ഭയങ്കര ഓരോ നെക്സ്റ്റ് പിന്നെയും കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇല്ല പറയും, പിന്നെ അടുത്ത രീതിയിൽ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ചിരിയാണ്. അപ്പോൾ അടുത്തത് പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ വായിക്കാനൊരു ഇൻട്രസ്റ്റ്, ഓരോ പേജും വായിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നൊരു ബുക്കാണിത്. ഡോക്ടർ സ്യൂസിൻ്റെ തന്നെ വേറൊരു ബുക്കാണ് ABC എന്ന് പറഞ്ഞത്. അത് കുറച്ചുകൂടെ സിമ്പിളാണ്. നമ്മുടെ ഓരോ ലെറ്റേഴ്സ് A4 എന്താണ്, B4 എന്താണ്, അങ്ങനെ അതുപോലൊരു ബുക്കാണ്. C എന്ന് പറഞ്ഞിട്ട് ഈ പടം കണ്ടിട്ട് നമുക്ക് ക്യാമൽ, അതുപോലെ അങ്ങനെ കുറച്ച് ഇരുന്ന് വായിക്കാൻ പറ്റുന്നു. ABCDE, എലിഫന്റ്, അങ്ങനെ കുറച്ച് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇതും നല്ലൊരു ബുക്ക് തന്നെയാണ്. ഈ ഇതുപോലെ തന്നെ ഡോക്ടർ സ്യൂസിൻ്റെ 4ാമത്തെ ബുക്കാണ്. 4 ബുക്സാണ് ഞങ്ങൾ ഇതിൻ്റെ തന്നെ 4 ബുക്ക് ഞാൻ വാങ്ങി. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ബുക്ക് ഈ ഹോപ്പ് ഓൺ പോപ്പാണ്. അപ്പം ആ ഒരു ബുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ബാക്കി ബുക്സ് എല്ലാം ആ പേര് നോക്കി വാങ്ങിച്ചത്. ഇതും വായിക്കാൻ പിള്ളേർക്ക് രസം തോന്നുന്ന ഒരു ബുക്കാണ്. കയ്യിലിങ്ങനെ പലതെടുത്ത് വെച്ചു, എന്നിട്ട് അവസാനം എല്ലാം കൂടെ താഴെ പോകുന്ന ഒരു, അപ്പോൾ അത് അവർക്കൊരു കോമഡി ആയിട്ട് പിള്ളേർക്ക് തോന്നും. അപ്പം നമ്മൾ ഓരോ അടുത്തെടുത്ത് വെച്ചു എന്നിട്ട് അവസാനം താഴെ പോയി എന്നൊക്കെ പറയുമ്പോൾ അത് വായിക്കുമ്പോൾ ഒരു രസമാണ്. അവർക്ക് ആ സ്റ്റോറി അറിയാമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് വായിച്ച് തരാൻ പറയും. രസമുള്ളൊരു ബുക്കാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ 2 സ്റ്റോറി ഉണ്ട്. ഇതും നല്ലൊരു ബുക്ക് തന്നെയായിരുന്നു. റിച്ചുവിന് വേറൊരു ഫേവറേറ്റ് ബുക്കായിരുന്നു ഇത് ആദ്യം വാങ്ങിയ സമയത്ത് സൗണ്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സൗണ്ട് അതിൻ്റെ ഇത് തീർന്നു.
അപ്പം അത് ഓരോ ഇമേജിനനുസരിച്ച് ഇങ്ങനെ ആദ്യത്തെ പേജ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ട്രെയിനിന്റെ സൗണ്ട് കേൾക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഓടി വരുന്ന കുതിരയുടെ സൗണ്ട്, പിന്നെ ബോംബ്, ഈ ട്രെയിൻ പൊട്ടുന്ന ഒരു സൗണ്ട് ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് ബോംബ് പൊട്ടുന്ന ഒരു സൗണ്ട്, അങ്ങനെ ഓരോ സൗണ്ട് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബുക്ക് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, സൗണ്ട് കേൾക്കുന്ന ബുക്കായതുകൊണ്ട്. ഇതും അവൻ തന്നെ സെലക്ട് ചെയ്തതാണ്. അതുപോലെ റിച്ചു സെലക്ട് ചെയ്തൊരു ബുക്കായിരുന്നു ഇത് ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്ത്, ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ ട്രീയുടെ പടം മാത്രമുണ്ട്, ഇതിലിപ്പോൾ എന്താ ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ വേണം എന്നും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി വാങ്ങിയ ബുക്ക് തന്നെയാണിത്. പക്ഷെ ഇതും അവന് ഇഷ്ടമാണ്, കാരണം ഇതിനകത്ത് ശരിക്കും ഇതിനകത്തൊരു ഒളിച്ചിരിപ്പുണ്ട്. അപ്പം ഞാനത് കണ്ടില്ല, പക്ഷെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പേജിലും ഓരോ സീസൺസിൻ്റെ കാര്യം പറയുന്നത്, വിന്റർ, സമ്മർ, അങ്ങനെ ഓരോ സ്പ്രിംഗ് സീസൺ, അങ്ങനെ പിള്ളേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്കാണ്. ഇപ്പം വിന്ററിലാണെന്നുണ്ടെങ്കിൽ എന്താ സ്നോ വരുന്നത്, പിന്നെ ട്രീസിൽ എന്തൊക്കെ ചേഞ്ച് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഓരോ ആനിമൽസ് ഇതിനകത്തൊക്കെ കുറേ ഹൈഡ് ചെയ്തിട്ട് കുറേ ആനിമൽസ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോ പേജ് എടുക്കുമ്പോഴത്തേക്കിനും ഈ ആനിമൽസിനെയൊക്കെ കാണാം. അപ്പം അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ സീസൺസിൻ്റെ ഒരു ബുക്കാണ്. ഇതും ഏത് സീസണാ, അല്ലെങ്കിൽ ഏതൊക്കെ ആനിമൽ, എന്തൊക്കെയാണ് അതിനകത്ത് കാണുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ സ്പൈഡറിനെ കണ്ടു, ഇവിടെ ഔളിനെ കണ്ടു, പിന്നെ വോൾഫിനെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ ഫൈൻഡ് ചെയ്തിട്ടൊക്കെ കാണാൻ പറ്റുന്നൊരു ബുക്കാണിത്. പിന്നെ ഇത് ഞാൻ ആദ്യം പണ്ട് വാങ്ങിയൊരു ബുക്കാണ്, പഞ്ചതന്ത്ര സ്റ്റോറീസ്. ഇപ്പം അതങ്ങനെ അധികം വായിക്കാറില്ല, എന്നാലും നല്ലൊരു സ്റ്റോറി ബുക്കാണ്, കാരണം കുറേ സ്റ്റോറീസ് ഉള്ള ബുക്കാണ്. 5-6 സ്റ്റോറി ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിയ സ്റ്റോറി ബുക്ക് ഇതാന്ന് തോന്നുന്നു. എന്താ നല്ല കളർഫുള്ളായിട്ട്, ഇല്ലസ്ട്രേഷനൊക്കെ നല്ല സൂപ്പറാണ്. പഞ്ചതന്ത്രയുടെ തന്നെ വേറൊരു ബുക്ക് കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് എവിടെയോ മിസ്സായി. പിന്നെ ഇത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാണ്, തോമസിൻ്റെ ബുക്ക്. അതും ജസ്റ്റ് ഒരു സ്റ്റോറി. ഇത് പക്ഷെ അത്ര ഞാൻ ഈ തോമസിനെ കണ്ടിട്ട്, അവന് തോമസ് ഭയങ്കര ഇഷ്ടം, അപ്പം അത് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഞാൻ ഇതെല്ലാം എൻ്റെ സെലക്ഷനാണ്. ഇത് സാൻഡയുടെ. ഇതിനകത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും മറ്റേ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വേണം, അത് വെച്ച് എങ്ങനെ ഉണ്ടാക്കും, കണ്ടില്ലേ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിലൊക്കെ ഓരോന്ന്, നമ്മുടെ പയറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബീൻസ്, കിഡ്നി ബീൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഓരോ മാസ്ക് പോലൊക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെ കുറേ ക്രാഫ്റ്റ്സിൻ്റെ ബുക്കാണ്. നല്ലൊരു ബുക്കാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അതുപോലെ എന്തെങ്കിലും ടൈം കിട്ടുന്ന സമയത്ത് ക്രാഫ്റ്റ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ ബുക്കാണ്. പിന്നെ ഇത് റിച്ചു വാങ്ങിയ ബുക്കാണ്, റിച്ചു സെലക്ട് ചെയ്തതാണ്. അവൻ എൻ്റെ സെലക്ഷനേക്കായി നല്ലത് അവൻ്റെ സെലക്ഷൻ തന്നെയാണെന്ന് തോന്നുന്നത് ബുക്കിൻ്റെ കേസിൽ. ഇതും അവന് ഒത്തിരി ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഇത് മിസ്റ്ററി ക്ലൂസ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അപ്പം ഇതും അതിൻ്റെ കളർഫുള്ളും സ്റ്റോറിയൊക്കെ ഇഷ്ടമാണ്. ഇത് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വായിച്ചാലും കുറച്ച് ഇഷ്ടമുള്ള ബുക്കാണ്. പിന്നെ അതിൻ്റെ അവസാനം ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇത് ഓരോന്ന് എവിടെ ഏത് പേജിലാണ് ഓരോ ഐറ്റംസ് കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അത് കണ്ടുപിടിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെപ്പ പിഗ്. ഇതും ഞാൻ ഈ കാർട്ടൂൺ കണ്ടിട്ട് പെപ്പ പിഗിൻ്റെ അങ്ങനെ വാങ്ങിയ, ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്. നല്ലൊരു ബുക്കൊക്കെ തന്നെയാണ്. ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, സ്റ്റോറി ഉണ്ട്, ഓരോരുത്തർക്കും ആരാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. പിന്നെ കളർ ചെയ്യുന്നതും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് ഓൾറെഡി. അങ്ങനൊരു ബുക്കാണിത്. ഇതും അവിടെ നിന്ന് തന്നെ ആ ബുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഇത് സ്റ്റോറി ബുക്കല്ല, ഇത് കുറച്ചുകൂടെ 3 വയസ്സായപ്പോഴത്തേക്കും വാങ്ങിച്ച ബുക്കാണ്. നല്ലൊരു ബുക്കാണ് കേട്ടോ. ഇത് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ABCD, അതുപോലെ കളേഴ്സ്, ഷേപ്സ്, 1 to 10 ആണോ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഓരോന്ന് കണ്ടുപിടിക്കും, നമ്മൾ മേസസ്, പിന്നെ പാത്ത് കണ്ടുപിടിച്ച് കൊടുക്കുന്നത്, പിന്നെ ഓരോന്ന് ഭയങ്കര രസമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇപ്പം Gക്ക് ഒരു കളർ കൊടുക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് അതിനനുസരിച്ച് കളർ കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഉണ്ട്, ഇതെല്ലാം ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നതാണ്. ഇത് ഓരോ ഒബ്ജക്ട്സ് ഹൈഡ് ചെയ്ത് ഓരോ സാധനങ്ങൾ, ഇപ്പോൾ പൂ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ സെയിം അല്ലെങ്കിൽ ഡിഫറൻസ് ഏതാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഓരോ ഐറ്റംസ് ഇതിനകത്ത് ഈ പടത്തിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്.
അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഓഡ് വൺ ഔട്ട്, പിന്നെ നമ്മുടെ ഫീലിങ്സ്, ഹാപ്പി ആണോ സാഡ് ആണോ, അങ്ങനെ പിന്നെ ഓരോ സീസൺ, സമ്മർ സീസൺ, വിൻ്റർ സീസൺ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു ബുക്കാണ്. ഇന്നത്തെ അവന് പിന്നെ ഇങ്ങനെ ABC ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കും. ഈ പടത്തിനകത്ത് ഇങ്ങനെ വരച്ച് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. അതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ അതവന് നമ്മൾ ആദ്യമേ പെൻസിൽ വെച്ചായിരുന്നെങ്കിൽ നമുക്കത് മായച്ചിട്ട് വീണ്ടും വീണ്ടും ചെയ്യിക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഓൾറെഡി കളർ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അവൻ ആദ്യമേ തന്നെ അവർക്ക് അറിയാമല്ലോ ഇത് എവിടെയൊക്കെയായിരുന്നു. ഇത് നല്ലൊരു ബുക്കായിരുന്നു. പ്രീ സ്കൂൾ ബിഗ് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് 3 മുതൽ 5 വയസ്സ് വരെയുള്ള പിള്ളേർക്കുള്ളതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിച്ചതാണ്. ഇതും ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതും അതുപോലെ 3+ ഏജിനുള്ള ആക്ടിവിറ്റി ബുക്കാണ്. ഇതുപോലെ കളറിങ്ങും പിന്നെന്താ കണ്ടുപിടിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, കുറേ വരയ്ക്കാനും പിന്നെ നമ്പേഴ്സൊക്കെ കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണമാണെന്നുള്ളത് കണ്ടുപിടിക്കൽ, പിന്നെ ഇതുപോലെ നമ്പർ ഡോട്ട് ചെയ്യുന്നത്, ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ബുക്കാണ്. അതുപോലെ റിച്ച് സെലക്ട് ചെയ്ത ബുക്കാണ് ഇത് കേട്ടോ. ഇതും അടിപൊളിയൊരു ബുക്കാണ്. എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റോറിയൊന്നുമല്ല, നമ്മുടെ ഓരോ ആനിമൽസിനെ കാണിച്ചിട്ട് ഇതെങ്ങനെയാണ്, ഇപ്പം ആനിമൽസിന് എന്തൊക്കെയുണ്ട്, ആനിമൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പം ഇതൊരു സ്നേക്ക് എങ്ങനെയാണ് എഴയുന്നത്, അതുപോലെ മങ്കീസ് എന്തൊക്കെ ചെയ്യും, ഇങ്ങനെ ചൊറിയുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താലും അവർക്ക് ഇഷ്ടമുള്ളൊരു ബുക്കാണ്. മാൻ എങ്ങനെ ചാടുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചാടാനൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, ഓരോ പടത്തിനനുസരിച്ച് ഇവർ എങ്ങനെയാണ്, ആന എങ്ങനെയാണ് നിൽക്കുന്നത്, പിന്നെ സ്നെയിൽ എങ്ങനെയാണ്, പാമ്പ് എങ്ങനെയാണ് എഴയുന്നത്, റാബിറ്റ് എങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ കാണിക്കാൻ പറ്റുന്നൊരു ബുക്കായത്. ക്യാൻ യു മൂവ് ലൈക്ക് ആൻ എലിഫന്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ബൈബിൾ, ചിൽഡ്രൻസ് ബൈബിളാണ്. ഓൺലൈൻ വാങ്ങിയതാണ്. ബൈബിൾ സ്റ്റോറീസ് എല്ലാം കൂടെ ഉള്ളൊരു ബുക്കാണ്. അപ്പം ഇത് കുറച്ചുകൂടെ നല്ല, ഞാൻ കുറേ നോക്കിയിട്ട് കുറേ പടമുള്ള ബുക്ക് നോക്കിയെടുത്തതാണ്. പടം കുറേയും കൂടെ ഉള്ളതാകുമ്പോൾ അവർക്കത് നോക്കാനും കാണാനും ഒക്കെ കുറച്ചുകൂടി ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം ഇതും അതുകൊണ്ട് കളർഫുൾ ആയതുകൊണ്ട് അവർക്ക് സ്റ്റോറി കേൾക്കാനൊക്കെ കുറച്ചുകൂടെ നല്ല ഇഷ്ടമാണ്. കുട്ടികൾക്ക് ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഇത് ഹൗ ടു ക്യാച്ച് എ സാൻഡ് എൻ്റെ സെലക്ഷനാണ്. അവന് വലിയ ഇഷ്ടമല്ല. ഇത് ഞാൻ ജസ്റ്റ് ക്രിസ്മസിൻ്റെ സാന്റാക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഒരു കുഞ്ഞു ബുക്ക് പെപ്പർ ഈസ് കെയർലെസ് എന്ന് പറഞ്ഞിട്ട്, ഇതവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താ നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങളെ പറ്റി ഒരൊറ്റ സ്റ്റോറിയാണ്. ഇങ്ങനെ ഒരു പേപ്പർ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് വെക്കാതെ പറന്നു പോകുമ്പം അമ്മയുടെ അടുത്ത് വന്ന് കരയുന്ന ഒരു സ്റ്റോറി. അന്നേരം നമുക്കിങ്ങനെയൊക്കെ വായിച്ചു കൊടുത്തിട്ട് പറയാം നമ്മൾ എല്ലാം കറക്റ്റ് സ്ഥലത്ത് തന്നെ വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെയർലെസ് ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. ഷീപ്പ് ഈസ് കെയർഡ്. ഇത് ഞാൻ ഉറങ്ങാൻ നേരം ഇത് വായിച്ചു കൊടുക്കാം. അപ്പം ഇത് കുറേ ചാടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ എന്താ ചാടി ഓടി കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവസാനം സ്ലീപ്പി ഉറങ്ങാൻ വന്നിട്ട് ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ബുക്കാണ്. അപ്പം ഞാൻ ഓർത്ത് കിടക്കാൻ നേരം വായിച്ചു കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുറേ ഇതുപോലത്തെ കളറിങ് ബുക്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഇവിടുത്തെ അടുത്ത ഷോപ്സിൽ പോയി വാങ്ങിക്കുന്നതാണ്, കളർ ചെയ്യുന്ന ബുക്ക്. അപ്പം ഇതുപോലത്തെ കുറേ ബുക്സ് അതെല്ലാം അങ്ങനെ തന്നെയാണ്. പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ നേരെ ബുക്കിൻ്റെ ആ ഏരിയയിൽ പോയിട്ട് ഇതുപോലത്തെ കുറേ കളറിങ് ബുക്കും പിന്നെ പ്ലേഡോ ഉണ്ടല്ലോ അതും സ്ലൈമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നോളും. അപ്പം നമ്മൾ കൂടി ഇരുന്നില്ലെങ്കിലും ആകെ ചെയ്യുന്നത് കളറിങ് ആണ്. പക്ഷെ പ്രശ്നം നമ്മൾ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഭിത്തി വരച്ചു വെക്കും. ഇത് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതാണ്. ജസ്റ്റ് ഇനിയിപ്പം LKG ആവാറായല്ലോ, അപ്പം ജസ്റ്റ് നമ്പേഴ്സും ഇതെല്ലാം കൂടെ കുറച്ച് നോക്കിക്കാം, അല്ല കുറച്ച് ഫെമിലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതും ഞാൻ ബുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല കുഴപ്പമില്ല, ഇഷ്ടമുള്ളൊരു ബുക്കാണ്. നമ്മൾ നമ്മുടെ ആൻഡ് മടിയനായിട്ടിരുന്നിട്ട് അവസാനം ആൻഡ് ജോലി ചെയ്യുമ്പോൾ ഗ്രാസ് ഹോപ്പർ പാട്ടും പാടിയിരിക്കുന്ന കഥ. അവസാനം വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഫുഡ് കിട്ടാതെ ആൻഡ് ഫുഡ് കൊടുക്കുന്ന ആ സ്റ്റോറിയാണ്. ഇത് അവന് ഇഷ്ടമാണ്. ഇത് അവന് വേണ്ടി വാങ്ങിയതൊന്നുമല്ല, ഇത് എനിക്ക് പണ്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ അതെടുത്തുകൊണ്ട് വന്നു. അറ്റ്ലസ്
അവനെ കുറച്ച് എന്താ നമ്മുടെ ഇന്ത്യയും അപ്പം മറ്റേ ഇത് മാപ്പ് കാണിച്ചിട്ട് ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് കാണിക്കും. അപ്പം ഇന്ത്യയൊക്കെ കാണാൻ വേണ്ടി ചുമ്മാ ഇടയ്ക്ക് വല്ലപ്പോഴും നോക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് ചുമ്മാ അവരെ കളർഫുള്ളായിട്ട് കളറും കുറച്ച് എന്താ അങ്ങനത്തെ സ്പേസും അങ്ങനത്തെ കുറേ ചുമ്മാ ഫോട്ടോ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നല്ല, അത് പഠിക്കാൻ വേണ്ടിയൊന്നുമല്ല. ചുമ്മാ കളർഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇത് ഫുൾ ടൈം കാർട്ടൂൺ കാണാതെ അതിൽ നിന്ന് ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് റിച്ചുവിന് വാങ്ങിച്ച ബുക്കുകൾ. നല്ല ബുക്സിൻ്റെ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.